ഹായ് ഗൈസ്, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുകയാണല്ലേ. അപ്പം നമുക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് വരും എന്ന് ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എക്സാമിന് എല്ലാവരും നന്നായിട്ട് എഴുതാം. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇംഗ്ലീഷിൻ്റെ ബേസ് ക്ലാസ്, ഗ്രാമേഴ്സ്, അതുപോലെ മലയാളത്തിൻ്റെ ബേസ് ക്ലാസ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, അതായത് റീഡിങ്, റൈറ്റിങ്, അതുപോലെ സംസാരിക്കാൻ, ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ സംസാരിക്കാം, അതൊക്കെ പഠിപ്പിക്കുന്നൊരു ക്ലാസ് ഉണ്ട്. അതും 30 days ക്ലാസ്സാണ്, 1 month കോഴ്സ്. അതും കുറഞ്ഞ ഫീസിലാണ്. നിങ്ങൾക്ക് എവിടെയും ആ ഫീസ് കിട്ടില്ല. അത്രയും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ക്ലാസ് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ കൊടുക്കാം. അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആർക്കെങ്കിലും എക്സാമിൻ്റെ ഫുള്ളായിട്ടുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ വെറും 90 rupees മാത്രമേ ഉള്ളൂ ഒരാൾക്ക്. അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട. ഓക്കെ, ഫുള്ളായിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അതിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ റീഡിങ് കോംപ്രഹെൻഷൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ഡയറി എൻട്രിയാണ്. ഡയറി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഈ ക്വസ്റ്റ്യനും എക്സാമിന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട്, ഡയറി എൻട്രിയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഉണ്ണിക്കുട്ടിൻ്റെ ഡയറിയും അതുപോലെ ഐഷയുടെ ഡയറിയാണ്. കസിൻസ് ഫ്രം അക്രോസ് ദി സീയിൽ ഐഷയുടെ ഡയറിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ ഡയറിയിൽ എന്താ വരിക? ഉണ്ണിക്കുട്ടന് സ്കൂളിൽ ആദ്യമായിട്ട് പോയി, അപ്പം അതിനുശേഷം സ്കൂൾ വിട്ടു വന്നിട്ടുള്ള അന്ന് രാത്രി എഴുതിയ ഡയറിയാണ് എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമ്മൾക്ക് എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിതിൽ ഡിയർ ഡയറി, നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ ഇതിൽ ഡിയർ ഡയറി പോകാൻ വിട്ടതാണ്. അപ്പം നിങ്ങൾ മറക്കാതെ അത് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെ ഡയറി എങ്ങനെ എഴുതാൻ നോക്കാം. നമ്മൾ ആദ്യം ഡയറി എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് നല്ലൊരു ബോക്സ് വരയ്ക്കാം. അപ്പോൾ നീറ്റിൽ ബോക്സൊക്കെ വരച്ചിട്ട് എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ എന്താണ്, ടീച്ചർക്ക് അത് വളരെ ഇഷ്ടമാവും. അപ്പോൾ എന്താണ്, നമ്മൾ നീറ്റിലൊരു ബോക്സ് വരക്കാം. അതിനുശേഷം എന്തെഴുതണം? ഡേറ്റ് നിർബന്ധമായിട്ട് എഴുതണം. ഇവിടെ മൺഡേ 15th June, ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതാം. എന്നിട്ട് എന്തെഴുതണം? ഡിയർ ഡയറി. അതിനുശേഷം ഡിയർ ഡയറി എഴുതുക. അതിന് ശേഷമാണ് നമ്മൾ കണ്ടൻറ്റ് എഴുതേണ്ടത്. ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ എപ്പോഴും എന്തായിരിക്കണം? അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ഹാപ്പി ആണോ സാഡ് ആണോ അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ലൈനിൽ എഴുതേണ്ടത്. നമ്മളിപ്പോൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി എന്ന് എഴുതാം, സാഡ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ അത് എക്സൈറ്റ്മെൻറ്റ് എഴുതാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ലൈനിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ടുഡേ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഇന്ന് എന്താണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡേ ആണ്. അതുപോലെ എന്താണ്, മൈ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ, ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. ഐ വാസ് സോ നെർവസ്, ഞാൻ എന്താണ് വളരെ നെർവസ് ആണല്ലേ ഉണ്ണിക്കുട്ടൻ. വെൻ ഐ സോ ഓൾ ബിഗ് കിഡ്സ്, സ്കൂളിലെ ബിഗ് ആയിട്ടുള്ള കുറേ വലിയ കുട്ടികളെ കണ്ടപ്പോൾ എന്താണ്, ആൻഡ് ദ ലൗഡ് ബെല്ലിൻ്റെ ലൗഡ്, ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടപ്പം ഞാനൊന്ന് നെർവസ് ആയിപ്പോയി എന്നാണ് ഉണ്ണിക്കുട്ടൻ പറയുന്നത്. ബട്ട് രാധ ടീച്ചർ ഈസ് സോ കൈൻഡ്, പക്ഷെ എന്താണ്, രാധ ടീച്ചർ എന്താണ് വളരെ കൈൻഡാണ്. ഷീ സ്മൈൽഡ് അറ്റ് മീ ആൻഡ് ഇൻട്രൊഡ്യൂസ് മീ ടു എവ്രി വൺ. രാധ ടീച്ചർ എന്തായി, നല്ലോണം ചിരിച്ച് എല്ലാവർക്കും എന്നെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. ഓക്കെ, ഐ ഈവൻ ഹാവ് എ സ്പോട്ട് ഇൻ ദ മിഡിൽ റോ, എനിക്ക് എന്താണ് ഇരിക്കാൻ, മിഡിൽ റോയിൽ എന്താണ് ഇരിക്കാൻ പറ്റി. ഐ ആം ഗ്ലാഡ് കുട്ടേട്ടൻ റോട്ട് മൈ നെയിം ഓൺ മൈ സ്ലേറ്റ്. അപ്പോൾ ആരാണ്? കുട്ടേട്ടനാണ് സ്ലേറ്റിൽ പേര് എഴുതി തന്നത്. ഈവൻ ഇറ്റ് വാസ് ജസ്റ്റ് ഇനീഷ്യൽ, എന്താണ് ഇനീഷ്യൽ ആണെങ്കിൽ കൂടി എന്താണ്, അത് വളരെ ഹാപ്പി ആയിരുന്നു. ഐ കാൻ വെയിറ്റ് ടു ഗോ ബാക്ക് ടുമോറോ, എനിക്ക് നാളെ സ്കൂളിലേക്ക് പോകാൻ വളരെ ഞാൻ എക്സൈറ്റഡ് ആണെന്നാണ് ഉണ്ണിക്കുട്ടൻ ഇതിൽ പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ എന്താണ്, ഡയറിയിൽ ഉണ്ണിക്കുട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ്, നെർവസ്, ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യം പോകുമ്പോൾ, അതൊക്കെ ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഫുള്ളും ഇതിൽ നമ്മൾ ഫസ്റ്റ് നെറേഷനാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, എല്ലായിടത്തും ഐ എന്നാണ് ചേർത്തത്. കാരണം എന്താണ്, നമ്മളാണ് ഡയറി എഴുതുന്നത്. അപ്പം നമ്മളെപ്പോഴും ഐ എന്ന് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ,
ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡയറി റൈറ്റിംഗ്, അതായത് ഉണ്ണിക്കുട്ടി. അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഐഷയുടെ ആണ്, അതായത് കസിൻ അക്രോസ് ഫ്രം ദ സീയിലെ ഐഷയുടെ ഡയറിയാണ്. ഡയറി അപ്പം ഇവിടെ ശ്രദ്ധിക്കാം, ആദ്യം ഡേറ്റ്, പിന്നെ ഡിയർ ഡയറി. ടുഡേ ഐ റിട്ടേൺ ഫ്രം ദ ട്രിപ്പ് ടു ലക്ഷദ്വീപ്. ഇന്ന് ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. വളരെ അമേസിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദ ഐലൻഡ് വർ വെരി ബ്യൂട്ടിഫുൾ. അവിടെയുള്ള ഐലൻഡ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. വിത്ത് ക്ലിയർ ബ്ലൂ വാട്ടർ, നല്ല ക്ലിയർ ആയിട്ടുള്ള കടൽ വെള്ളമുണ്ട്. പിന്നെ ആൻഡ് ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ്. അവിടെ നിറച്ചും കോക്കനട്ട് ട്രീസ് ഉണ്ട്. ദ വെദർ വാസ് പ്ലസൻറ്റ്. വെദർ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു വെതറായിരുന്നു. ആൻഡ് ദ സീ ബ്രീസ് ഫെൽറ്റ് റിഫ്രഷിങ്. സീയുടെ ബ്രീസ്, കാറ്റ് കടൽ കാറ്റ് വളരെ റിഫ്രഷിംഗ് ആണ്. ഓക്കെ, ഐ ലേൺ ദാറ്റ് ഫിഷിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഒക്കുപ്പേഷൻ ദെയർ. അപ്പോൾ അവിടെ ഫിഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലിയാണ്. ആൻഡ് പീപ്പിൾ ഈറ്റ് എ ലോട്ട് ഓഫ് ഫിഷ്. അവിടെയുള്ള ആൾക്കാർ നിറയെ ഫിഷ് കഴിക്കാറുണ്ട്. വി ഓൾസോ വിസിറ്റഡ് കവരത്തി. നമ്മൾ കവരത്തി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ എ മെറൈൻ അക്വേറിയത്തിൽ പോയിട്ടുണ്ട്. വിത്ത് മെനി കളർഫുൾ ഫിഷ്. കുറേ കളർഫുൾ ഫിഷ് ഉണ്ട് അതിൽ. ഐ ഫൗണ്ട് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ടു നോ ദാറ്റ് ഐലൻഡ്സ് ആർ കോറൽ അറ്റോൾസ്. അതായത് അവിടെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐലൻഡ്സ് ഉണ്ട്. പിന്നെ പീപ്പിൾ സ്പീക്ക് എ ഡിഫറെൻറ്റ് ഫോം ഓഫ് മലയാളം കോൾഡ് ജെസരി. അവിടെ കുറേ ആൾക്കാർ മലയാളം, വേറൊരു മലയാളം, ഡിഫറെൻറ്റ് മലയാളമാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ജെസരി. ഓക്കെ, ദിസ് ട്രിപ്പ് ഗേവ് മീ മെനി ഹാപ്പി മെമ്മറീസ്. ഈ ട്രിപ്പ് വളരെ ഹാപ്പി ആയിട്ടുള്ള മെമ്മറീസ് തന്നിട്ടുണ്ട്. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ഇറ്റ് ആൻഡ് വിഷ് ടു വിസിറ്റ് അഗെയിൻ. ഞാനിപ്പോഴും അത് ഓർമ്മിച്ച് വയ്ക്കും. അതുപോലെ എനിക്ക് ഒന്നും കൂടി അവിടെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഷയുടെ ഡയറി വരെ. ഓക്കെ, അപ്പോൾ നമ്മളിത് എന്തായാലും വരും ഡയറി എൻട്രി. അപ്പം കറക്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറിയിൽ വരുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, തോട്ട്സ് ഉണ്ട്, പിന്നെ എഡിറ്റിങ്സ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ, സീ യു സൂൺ.